ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു എളുപ്പക്കറിയാണ് വയ്ക്കാൻ പോകുന്നത്. ഈ എളുപ്പക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ വിരുന്നുകാരൊക്കെ വന്നു, നമുക്കിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വയ്ക്കാവുന്ന ഒരു കറിയാണ്. ആ കറി എന്ന് പറഞ്ഞാൽ തക്കാളി കൊണ്ടാണ് ഒരു കറി ഉണ്ടാക്കുന്നത്. ഈ തക്കാളി കൊണ്ട് നമുക്ക് പല സൈസ് കറികൾ ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി രുചിയുള്ള ഒരു തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാം. നല്ല അതിരുചിയുള്ള ഒരു കറിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് 10 മിനിറ്റ് കൂടിപ്പോയാല്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് എളുപ്പക്കറികളാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് വലിയ ചെലവൊന്നും ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വയ്ക്കാം. നമ്മളൊരു എളുപ്പം ഒരു കറികൾ വയ്ക്കുന്നതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി കുറെ ദിവസങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ഒക്കെ വായിക്കുമ്പോ അല്ലെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ അമ്മേ, വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ടുള്ള. അമ്മയ്ക്കാണെങ്കിലും വീഡിയോസ് കമന്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം അങ്ങനെയാണ് കിട്ടുന്നത്. കാരണം അമ്മയ്ക്ക് സുഖമില്ലാതെയൊക്കെ ഇരുന്ന അമ്മയ്ക്ക് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും കമന്റുകളും ലൈക്കും ഒക്കെ കണ്ടപ്പോ അമ്മയ്ക്കും ഇത്രയും പ്രായമായെങ്കിലും എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നുള്ളത് തോന്നലല്ലേ അമ്മ? അപ്പോഴാണ് അമ്മയ്ക്ക് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം എന്നൊന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ തക്കാളി കറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അല്ലെ? അപ്പൊ നമ്മളിത് കറിക്ക് എടുത്തേക്കുന്ന മൂന്ന് ചെറിയ തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ അരി അങ്ങനെ എടുത്തിട്ട് അതിന്റെ കാമ്പൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുറച്ചരി ഉണ്ട്, അതിന്റെ കാമ്പ് നമ്മളങ്ങ് കളഞ്ഞു അടുക്കുന്നുള്ളേ. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ചേന്തി അരിയണം. ഇത് അതിന്റെ തൊലിയും അതിന്റെ ഫ്ലഷും കൂടെ ചേർന്നത് ഇങ്ങനെ ഞാൻ കാണിച്ചത് ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഉള്ളിലത്തെ ഭാഗം എടുത്ത് കളഞ്ഞു അല്ലെ? അങ്ങനെ നമ്മൾ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ സബോള, അത് നമ്മൾ ചെറുതായിട്ട് ചീവിയാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഒരു 4-5 പച്ചമുളകും ഉണ്ട്. പച്ചമുളക് ഇങ്ങനെ നമ്മൾ ഒരു ഇച്ചിരി വലുപ്പത്തിൽ നമ്മൾ പൊട്ടിച്ചു വെച്ചേക്കുവാണ്. പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങയും ഉണ്ട്. ഇത്രയും സാധനമാണ് ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത്. സാധനങ്ങൾ പിന്നെ നമ്മൾ ഇതിന് ബാക്കി കുറെ സാധനങ്ങളോട് ചേർക്കേണ്ടത്. അത് നമുക്ക് വെക്കുമ്പോൾ നമുക്ക് കാണാം. ഇതാണ് ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ശരിയാക്കാം. തേങ്ങ ഒന്ന് അരയ്ക്കാം. ആദ്യമായിട്ട് തേങ്ങ നമ്മൾ മിക്സിയിലല്ലേ അരയ്ക്കുന്നത്? ഇപ്പൊ എനിക്ക് കല്ലായിരുന്നു അരയ്ക്കാൻ പറ്റും. അല്ല, എളുപ്പക്കറി ആയതുകൊണ്ട് മിക്സിയിൽ തന്നെ അരയ്ക്കാം അല്ലേ? അല്ല, എളുപ്പമൊക്കെ കല്ലാലായിരുന്നെങ്കിലും അരയ്ക്കാമെങ്കിൽ പെട്ടെന്ന് അരയ്ക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് കല്ലാലൊന്നും അരയ്ക്കാനുള്ള അത്രയ്ക്ക് ഒരു പ്രാണി ഇല്ലാതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാം ക്ഷമിക്കണം, ഞാൻ മിക്സിയിലാണ് അരയ്ക്കാൻ പോകുന്നത്. നമ്മുടെ തേങ്ങ നമ്മളിത് നല്ല മഷി പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒപ്പം കടുക് ഇടുകയാണ് അല്ലേ? കടുക് ഇടാം. അപ്പൊ പച്ചമുളക് അങ്ങോട്ട് ഇടാൻ നോക്കാം. പിന്നെ 2-3 വറ്റൽമുളക് കൂടെ ഉണ്ട് നമ്മള്, അതും അതിന്റെ കൂടെ അങ്ങ് ഇടുക. കറിവേപ്പില ഇടാം. അടുത്ത് നമുക്കിനി അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളി സബോള അങ്ങ് ഇടാൻ നോക്കാം. അപ്പൊ മറ്റൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സബോളയും കൂടെ അതിന്റെ കൂടെ ഇടാം. ചുമന്നുള്ളി ഉണ്ടെങ്കിൽ ചുമന്നുള്ളി ഇടാം. നമ്മൾ ഇതിൽ ഉപ്പ് ഉള്ളിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് ഇതാ മൂക്കും. അപ്പൊ പെട്ടെന്ന് കറിയാവും. അതിനാണ് ഉപ്പ് ഇട്ടത്. കറിയുടെ മുഴുവൻ ഉപ്പ് ഇട്ടിട്ടില്ല. കുറച്ച് ഉള്ളി വാടാനുള്ള ഉപ്പ് മാത്രം ഇപ്പൊ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മള് ഈ ഒരു ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം സബോള നന്നായിട്ട് വഴറ്റിയെടുക്കും അല്ലെ? അപ്പൊ നന്നായിട്ട് നമ്മുടെ സബോള ഒന്ന് വഴന്ന് ഇതിന്റെ ഒരു പരുവത്തിലേക്ക് ആവട്ടെ. അതിനുശേഷം നമുക്ക് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇനി ചേർക്കാനുണ്ട് കേട്ടോ. പൊടിവർഗ്ഗങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പൊ നന്നായിട്ട് ഇത് നമുക്ക് വഴറ്റിയെടുക്കണം. നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാം. അല്ലെ സബോള ഇങ്ങനെ വെളുത്ത് എടുക്കാം. അപ്പൊ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മള്. അപ്പൊ ഇനി ഇച്ചിരി വേണേ പിന്നെ നമ്മൾ ചേർക്കാം. ഇപ്പൊ നമുക്ക് ഒന്ന് ഇളക്കാം. അതായത് എന്ത് കറി നിങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ സബോള വഴറ്റുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പൊ ചിക്കൻ കറി ആണെങ്കിലും മറ്റേത് കറി ആണെങ്കിലും സബോള ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുവാണെങ്കിൽ നമുക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു നിറം ആ സബോളയ്ക്ക് കിട്ടും. അതല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ സബോള ഇങ്ങനെ വെളുത്ത് കിടക്കും മൊത്തത്തില്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്തോളൂ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മറ്റു മസാലകളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ചേർക്കാം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ തന്നെ അതിന്റെ കളറ് കണ്ടോ, ആ നല്ല പ്യുവർ വൈറ്റ് ചെയ്യുന്ന ആ കളർ ഒരു മഞ്ഞൾപ്പൊടിയുടെ കളറും കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു കളർ ഒന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സബോള നമ്മുടെ ഈ ഒരു പരുവത്തിൽ നമ്മൾ മൂത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒത്തിരി ഇങ്ങനെ വഴറ്റി ബ്രൗൺ നിറത്തിലേക്ക് അത്രയൊന്നും ആവണ്ട അല്ലേ? അപ്പൊ ഈ ഒന്ന് വാടി ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു പരുവത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്? നമ്മള് സാധാരണ മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മൾ കാശ്മീരി മുളക് അല്ല അല്ലെ? അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കളറാവും. അത്രയും കളറും ഉള്ളുമില്ല.
അതൊരു ലൈറ്റ് കളർ മതി നമ്മുടെ ഈ ഒരു കറിക്ക്. അതുകൊണ്ടാണ് നോർമൽ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തത്. ഞാൻ ഇളക്കണമേ? ഇളക്കണം. കുറച്ച് മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ. അപ്പൊ അതായത് മുളക് പൊടിനേക്കാൾ ഇച്ചിരി കൂടുതലുണ്ട് മല്ലിപ്പൊടി അല്ലേ? മല്ലിപ്പൊടി ചേർത്തു, മുളക് പൊടി ചേർത്തു. ഇനി ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത്രയും മതി. ഇനി നമുക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാൽ തക്കാളി കൂടെ ഇതിന്റെ കൂടെ നമുക്ക് ഇടാം. നിങ്ങൾ എപ്പോഴും തക്കാളി ഇടുന്നതിന് മുമ്പ് ഈ പൊടികൾ ചേർക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പച്ചച്ചോ പെട്ടെന്ന് അങ്ങ് മാറത്തില്ല. നമ്മുടെ തക്കാളിയിൽ വെള്ളമയം ഉള്ളതുകൊണ്ട് തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ട് പൊടിവർഗ്ഗങ്ങൾ ഇടാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മുളക് പൊടി കുഴഞ്ഞു ഒരു പച്ചച്ചൊവയും അതിന്റെ ആ ടെക്സ്ചറിന് ഒരു മാറ്റം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ തക്കാളി ഇടുന്നതിന് മുമ്പ് നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തത്. അപ്പൊ ഇനി ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇത്ര ഉപ്പും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ തക്കാളിക്ക് അതിനെല്ലാം കൂടെ ഉപ്പൊന്ന് പിടിക്കട്ടെ. അപ്പൊ നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് ഉപ്പ് ഇട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി ഒന്ന് ഉടയുന്ന ഒരു പരുവം വരെ നമ്മൾ ഇനി വഴറ്റണം. ഇത് അപ്പൊ ഒരു പരുവം കാണിച്ചു തരാം എന്തോരം ആവണം എന്നുള്ളത്. ഇപ്പൊ തീ ഒന്ന് മീഡിയത്തിൽ ഇട്ടിട്ട് ഇപ്പൊ ഈ ഒരു സമയത്ത് ചെയ്യുക. അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഇടുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര അങ്ങനെ ശരിയാവത്തില്ല. അപ്പൊ ഒരു മീഡിയത്തിലാക്കിയിട്ട് വേണം നമ്മളിങ്ങനെ നന്നായിട്ട് ഇത് എല്ലാം കൂടി ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയും, ഇതൊരു കറിയാണ് കേട്ടോ. ഇത്രയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്ന കറിയാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കുറുമ സ്റ്റൈലില് അല്ലെ നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാക്കി നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഇനി ഇതിന്റെ കൂടെ വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയത് കൊണ്ടുണ്ട് അതും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താലും നമുക്ക് അങ്ങനെ ഒരു കറി നമുക്ക് ചപ്പാത്തിക്ക് ഉണ്ടാക്കാം. അങ്ങനെ പല കറികളാക്കി മാറ്റുന്ന ഒരു പരുവത്തിലാണ് ഇപ്പൊ നമ്മുടെ കറി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഒരു പരുവം പറ്റുന്ന നമുക്ക് 3-4 സ്റ്റൈല് കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇനി നമ്മളുടെ തക്കാളിക്കറി ആയതുകൊണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്താ? തേങ്ങ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി ഇനി മൂപ്പിച്ചെടുക്കണം അല്ലേ? ഒത്തിരി മൂക്കണ്ട, വേണ്ട അല്ലേ? പച്ചച്ചവ മാറണം. അത്രേ ഉള്ളൂ. വലിയ കാര്യമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് അതിന്റെ പച്ചച്ചവ ഒന്ന് മാറി കിട്ടണം അല്ലേ? അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാണ്ട് തന്നെ കാണിക്കട്ടോ. ഇത് ഇത്രേ ഉള്ളൂ സംഭവം. അതല്ലെങ്കിൽ നമ്മൾ എന്തോരം മൂപ്പിക്കണം. കാരണം ഇതിന്റെ ഈ തേങ്ങ നമ്മൾ മൂപ്പിക്കുമ്പോൾ അത് ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് മാറും. ഇനി തേങ്ങ ഒട്ടും മൂപ്പിക്കാതെ വെക്കുന്ന ഒരു തക്കാളിക്കറി ഉണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിന് ഇത്രയും വഴറ്റിലും പരിപാടികളും ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് വെക്കുന്ന ഇങ്ങനെ ചമ്മന്തി അടിപൊളി ചമ്മന്തി ആയിട്ട് കൂട്ടാം. അപ്പൊ നമ്മളിത് തേങ്ങ നമ്മളങ്ങനെ വഴറ്റി തേങ്ങയും ഇത്രയും മതി അല്ലേ? ഇപ്പൊ കണ്ട അതിന്റെ സൈഡിൽ കൂടെ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഒരു അനപ്പ് പിടിച്ചു വരുന്ന ഒരു പരുവം കണ്ടില്ലേ? അത്രയാണ് നമുക്കിത് മൂപ്പിക്കേണ്ടതായിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മിക്സി എല്ലാം കൂടെ കഴുകിയ വെള്ളവും കൂടെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പച്ചവെള്ളം അല്ല കേട്ടോ, ചൂടുവെള്ളം. ഇനി പച്ചവെള്ളം ഒഴിക്കുകയേ ചെയ്യരുത് ഈ കറിക്ക് അല്ലേ? അതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇത്. നമ്മൾ കുടിക്കാനൊക്കെ കുടിവെള്ളം തിളപ്പിക്കത്തില്ല. ആ വെള്ളം കുറച്ചങ്ങ് മുക്കി ഒഴിച്ചാൽ മതി. ഇത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് ഏത് ടൈപ്പിലാണ്, ഏത് ടെക്സ്ചറിൽ വേണം നമുക്ക് ഗ്രേവി, അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇത്രയും വെള്ളം ചേർക്കണുള്ളൂ. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ ഈ കറിക്ക് ഒരു സുമാറ് കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിൽ കുറുകൻ പരുവത്തിനേക്കാളും ഇച്ചിരി കൂടെ വെള്ളമുണ്ട് അല്ലേ? അപ്പൊ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് വേണമേ? ലേശം ഉപ്പും കൂടെ വേണം അല്ലേ? അടിപൊളി കറിയാട്ടോ. എങ്ങനെ? നല്ല രുചിയുണ്ട് കറിക്ക്. തക്കാളിക്കറി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണേ. കണ്ടില്ലേ? നമുക്ക് ഇത്രയും സമയമുള്ളൂ. ഇത്രയും സമയം കൊണ്ട് നമുക്കൊരു വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് ഓടിപ്പോയിട്ട് ഈ ഒരു തക്കാളിക്കറിയും ഒരു മുട്ട പൊരിച്ചതും കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് 2 പപ്പടവും കൊണ്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉള്ള സാധനം ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു കറിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. തിളക്കണ്ട, വേണ്ട അല്ലേ? 2 പച്ചക്കറി നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതായത് ഈ കറിക്ക് നമുക്കൊരു കടുക് പൊട്ടിക്കൽ ഇനിയില്ല. കാരണം നമ്മൾ ആദ്യമേ കടുക് പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഈ തിള വന്നതോടുകൂടി നമ്മളുടെ പരിപാടി ഒത്തിരി തിളയ്ക്കാൻ വിട്ട് കഴിഞ്ഞാൽ തേങ്ങ അരപ്പായതുകൊണ്ട് കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അപ്പൊ ജസ്റ്റ് ഒന്ന് തിള വന്നു. ചൂടുവെള്ളം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തിളപ്പിച്ചത്. അപ്പൊ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. പക്ഷെ തക്കാളിക്കറി എന്ന് ആരും പറയുന്നത്, തക്കാളി ഒന്നും കഷ്ണമായിട്ടൊന്നും ഇതിനകത്ത് കിടപ്പില്ല. അപ്പൊ അങ്ങനെ നമ്മൾ വരട്ടി എടുക്കണം ഈ തക്കാളി. അപ്പൊ നമുക്ക് അതിനകത്ത് ഇച്ചിരി ചോറും കൂടെ ഒഴിച്ച് നോക്കാം. തക്കാളിക്കറിയുടെ രുചി എന്താ നമുക്കൊന്ന് അറിയാം. നല്ല രുചിയാണ് കണ്ടോ. തക്കാളി ആണെന്ന് ആരും പറയത്തില്ല, തക്കാളിക്കറി ആണെന്ന് കണ്ടോ. നല്ല ഒത്തിരി വെള്ളമായേക്കുള്ളൂ ഈ കറി.
അപ്പൊ നമ്മൾ ഇച്ചിരി ചോറും കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ടെന്ന്? അടിപൊളി രുചിയാ. നല്ല ചൂട് ചോറും ചൂട് തക്കാളിക്കറിയും കൂടെ. അത് തന്നെ, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്റെ ഇന്നത്തെ ഈ തക്കാളിക്കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല അടിപൊളി രുചിയാണ് ഈ കറിക്ക് കേട്ടോ. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം. ചിലപ്പോൾ നമ്മൾ തക്കാളി കറി വെക്കുന്ന 4ആയിട്ടൊക്കെ കഷ്ണം ഇട്ടിട്ട് നമ്മൾ തക്കാളി അങ്ങനെയും കറി വെക്കും. പല രീതിയിൽ ഈ തക്കാളി നമുക്ക് കറി വെച്ചെടുക്കാം. പക്ഷെ ഇന്നത്തെ ഈ രീതി പോലെ നിങ്ങൾ വന്ന് കറി വെച്ച് നോക്കണം. നല്ല രുചിയുള്ള കറിയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തക്കാളി കറി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് അങ്ങനെ അടുത്തായിട്ട് കുറേശ്ശെ ഇതുപോലെ എളുപ്പക്കറികൾ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ വലിയ ചെലവില്ലാത്ത അല്ലേ? വലിയ ചെലവില്ല, വലിയ സമയവും ഇല്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് സാധിക്കാവുന്ന. അപ്പൊ അങ്ങനത്തെ കറികൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയാണ് ചെയ്യണം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.